നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിനെതിരായ അവിശ്വാസ പ്രമേയം ഹൗസ് ഓഫ് കോമൺസിൽ പരാജയപ്പെട്ടു. NDPയും ബ്ലോക്ക് ക്യൂബക്കോയ്സും ലിബറലുകൾക്കൊപ്പം ഉറച്ചുനിന്നതോടെയാണ് PF ഒലീവ് നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവുകളുടെ അവിശ്വാസം പരാജയമായത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 കനേഡിയൻ പൗരന്മാരും കൊല്ലപ്പെട്ടതായി ഗ്ലോബൽ അഫയേഴ്സ് കാനഡ. ലെബനീസ് വംശജരായ കനേഡിയൻ പൗരന്മാർ അവധിയിലായിരിക്കെയാണ് ആക്രമണം. തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ മരണസംഖ്യ 600-നോടടുത്തെത്തിയതായി ലെബനീസ് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റ കനേഡിയൻ പൗരന്മാരെ കാനഡയിൽ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് തങ്ങളെന്ന് ഗ്ലോബൽ അഫയേഴ്സ് കാനഡ അറിയിച്ചു. കനേഡിയൻ ആരോഗ്യ പരിരക്ഷാ സംവിധാന രീതിയിൽ കാതലായ മാറ്റം വേണമെന്ന് സർവേ. പബ്ലിക് റിലേഷൻസ് സ്ഥാപനമായ നാവിഗേറ്ററിന്റെ ഗവേഷണ വിഭാഗത്തിൽ നിന്നുള്ള സർവേയിൽ ഇപ്പോൾ പിന്തുടരുന്ന ആരോഗ്യ പരിരക്ഷാ മാർഗങ്ങൾ അമ്പേ പരാജയമാണെന്നും പണം നൽകാനുള്ള കഴിവല്ല, പിന്നെയോ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യസഹായം വിതരണം ചെയ്യേണ്ടതെന്ന് ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടു. സർവേയിൽ പങ്കെടുത്ത 73% പേരും മാറ്റം ആവശ്യപ്പെടുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ സർവേ ഫലങ്ങളോട് പ്രതികരിച്ചു. ഫൈസർ ബയോഎൻടെക്കിന്റെ അപ്ഡേറ്റ് ചെയ്ത COVID-19 വാക്സിൻ ഹെൽത്ത് കാനഡ അംഗീകരിച്ചു. വൈറസിന്റെ ഏറ്റവും പുതിയ പ്രചാരത്തിലുള്ള വകഭേദങ്ങളിൽ നിന്ന് സംരക്ഷണമേകുന്ന പുതിയ വാക്സിൻ ഫൈസർ ബയോഎൻടെക്കിന്റെ mRNA വാക്സിൻ കോമിറാന്റി എന്ന പേരിൽ അറിയപ്പെടും. മൊഡേണയുടെ അപ്ഡേറ്റ് ചെയ്ത സ്പൈക്ക് വാക്സ് mRNA വാക്സിനും നൊവാവാക്സിന്റെ അപ്ഡേറ്റ് ചെയ്ത പ്രോട്ടീൻ അധിഷ്ഠിത വാക്സിനായ നൊവാസോവിഡിനും കഴിഞ്ഞ ആഴ്ച അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് കോമിറാന്റിക്കും ഇപ്പോൾ അംഗീകാരം ലഭിച്ചത്. ലെബനനിലെ ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഇപ്പോൾ നടക്കുന്ന സംഘർഷം മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിനിടെ ലെബനൻ ജനതയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലെബനനിലെ ജനങ്ങളെ നാശത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ നെതന്യാഹു ലിവിംഗ് റൂമിൽ മിസൈലും ഗാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് ഇനി വീടുണ്ടാകില്ല എന്ന മുന്നറിയിപ്പും നൽകി. ഷിരൂരിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട അർജുന്റെ ലോറി കണ്ടെത്തി. 71 ദിവസങ്ങൾക്ക് ശേഷമാണ് ലോറി വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തുന്നത്. ലോറിയുടെ മുൻഭാഗം അടങ്ങിയ ക്യാബിനാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ചത്. ലോറി തന്റേതാണെന്ന് ഉടമ മനാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാബിനുള്ളിൽ ഒരു മൃതദേഹമുള്ളതായും അത് അർജുന്റെ മൃതദേഹമാണെന്നും അവനെയും കൊണ്ടേ തിരിച്ചെത്തൂ എന്നവന്റെ അമ്മയ്ക്ക് താൻ വാക്ക് കൊടുത്തിരുന്നതായി ലോറി ഉടമ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം ഉടൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയല്ലെന്ന് സംവിധായകൻ സുദീപ് തോസൻ. കേരള സ്റ്റോറിയുടെ സ്വീക്കൽ ഉണ്ടാകും. തിരക്കഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയല്ല ഒരുങ്ങുന്നത് എന്ന് സുദീപ് തോസൻ വ്യക്തമാക്കി. 2023 റിലീസ് ചെയ്ത കേരള സ്റ്റോറി 303.97 കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു. കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും 32,000 സ്ത്രീകളെ മതം മാറ്റി ISൽ എത്തിച്ചെന്നുമാണ് സിനിമ ആരോപിച്ചത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.